ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. 2025 ലോക പുരുഷ ചെസ് വേദി ഇന്ത്യ. 2024 സിംഗപ്പൂർ. ഇന്ത്യയിലെ ആദ്യ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ CM ഹെറാമന്ത് സൊറേൻ. അന്താരാഷ്ട്ര നീതി ദിനം ജൂലൈ 17. ആദിവാസി സമൂഹങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ആദ്യ ട്രൈബൽ ജീനോം സീക്വൻസിംഗ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ അക്വാടെക് പാർക്ക് നിലവിൽ വന്നത് അസം. അസമിലെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ബിശ്വാസ് ശർമ്മ. എല്ലാ ജില്ലകളിലും ഒരു നദിയെങ്കിലും എന്ന ഉദ്ദേശത്തോടെ വൺ ഡിസ്ട്രിക്ട് റിവർ പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. വോട്ടിംഗ് പ്രായം 16 കുറക്കാൻ തീരുമാനിച്ച രാജ്യം ബ്രിട്ടൻ. 2025 ഏഷ്യൻ സർഫസിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി ചെന്നൈ. 2024 മംഗലാപുരം. 2028 ലോസ് ആഞ്ചൽസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ കായിക ഇനം ക്രിക്കറ്റ്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് PT ചാക്കോ എഴുതിയ പുസ്തകം വിസ്മയ തീരത്ത്. മുഖാമുഖം, മതമാധ്യമ മാർക്സിസം എന്നീ പുസ്തകങ്ങൾ എഴുതിയതാര്? പിണറായി വിജയൻ. UN ചാർട്ടറിൽ ഒപ്പുവച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂൺ 26 ആഘോഷിച്ചത്? 80ാമത്. ഒപ്പുവെച്ചത് 1945 ജൂൺ 26. നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. അവസാനം അംഗമായ രാജ്യം സൗത്ത് സുഡാൻ. 2020-2025 മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ പ്രകാരം 1ാം സ്ഥാനത്തെത്തിയ ദേശീയ ഉദ്യാനം ഇരവികുളം ദേശീയ ഉദ്യാനം. ഊർജ പരിവർത്തന സൂചികയിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനം. 2024 ഇത് 63ാം സ്ഥാനമായിരുന്നു. 1ാം സ്ഥാനത്ത് സ്വീഡനാണ്. അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലോയ അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹവായ് ദ്വീപ്, അമേരിക്ക. പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് എന്ന്? 2025 ഏപ്രിൽ 6. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. പാമ്പൻ പാലത്തിൻ്റെ നീളം 2.08 കിലോമീറ്റർ. സമുദ്രനിരപ്പിൽ നിന്നും ഉയരം 22 മീറ്ററാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്നു. നിർമ്മാണ ചെലവ് 535 കോടി രൂപ. സുസ്ഥിര വികസന സൂചിക പ്രകാരം 2025 ഇന്ത്യയുടെ സ്ഥാനം 99. ആദ്യ സ്ഥാനം ഫിൻലാൻഡാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലാൻഡിലെ ഹേഗ് എന്ന പട്ടണം. ജനറൽ സെക്രട്ടറി നാറ്റോയുടെ ഇപ്പോഴത്തേത് മാർക്ക് റൂട്ടെയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബോങ്കോ സാഗർ.